റയാൻ അവന്റെ കൈകൾക്ക് ചാഞ്ചല്യം അനുഭവിക്കുന്നതറിഞ്ഞതും അത്രമേൽ പതിയെ ഇടർച്ചയോടെ ആമി വിളിച്ചു. പക്ഷേ അവളെന്ന പെണ്ണിലേക്ക് അലിയാൻ വെമ്പി നിന്നിട്ടോ മഴയുടെ ഹൂങ്കാരമോ സ്വരത്തെ തട്ടിത്തെറിപ്പിച്ചിട്ടോ എന്തോ അവനാ വിളി കേട്ടതായി പോലും തോന്നിയില്ല. അവന്റെ ചുവന്ന മിഴികൾ അവളുടെ ഓരോ അണിവിലൂടെയും താൻ കൊതിച്ചതെന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു. വിരലുകൾ അവളുടെ തുടുത്ത അധരങ്ങളെ നോവിക്കാൻ മടിച്ചിട്ടെന്ന പോലെ അത്രമേൽ മൃദുവായി ഒന്ന് തഴുകുക മാത്രം ചെയ്തു. ഒരു ശ്വാസദൂരം പോലും അവൾക്കും തനിക്കുമിടയിൽ പാടില്ലെന്ന് ചടിച്ചിട്ടെന്ന പോലെ അവൻ അവളിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്തോറും ആമി പിന്നിലേക്ക് ചുവടുവെച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവന്റെ കൈവളയത്തിൽ അകപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഉടലുകൾ പരസ്പരം ഒരിഞ്ചു പോലും അകന്നതേയില്ല. എന്നെ വിട് റയാൻ. എങ്ങനെയൊക്കെയോ അത്രമാത്രം പറഞ്ഞിട്ടവനിൽ നിന്നും അകന്ന് അകത്തേക്ക് കയറാൻ ആമിയൊരു ശ്രമം നടത്തിയെങ്കിലും അതിന് മുളയിലേ നുള്ളും പോലെ റയാൻ അവളുടെ പിന്നിലൂടെ വയറിൽ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്തു. ആ നിമിഷത്തെ മുറുക്കമേറിയ അവന്റെ വിരലുകളുടെ സ്പർശനത്തിൽ ആമിയൊരു ഏങ്ങലോടെ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. തൊട്ടടുത്ത ഞൊടി കൊണ്ട് റയാൻ വീണ്ടും അവളെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തി. എന്നിട്ടും പിന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചവൾ താൻ നിർത്തിയിട്ട കാറിന്റെ ബോണറ്റിൽ ചെന്ന് തട്ടി നിന്നത് കണ്ടതും ഒരു വിജയിയെപ്പോലെ, എന്നാൽ അതിലേറെ വശ്യമായി അവനൊന്ന് പുഞ്ചിരിച്ചു. ഇനിയും നീ എവിടേക്ക് ഓടിയകലുമെന്ന് ചോദിക്കും പോലെയായിരുന്നു അവന്റെ ആ പുഞ്ചിരി ആമിക്ക് തോന്നിയത്. റയാൻ അവൻ തന്നിലേക്ക് അമരുകയാണെന്നറിഞ്ഞതും ആമി വേഗതോടെ വിളിച്ചെങ്കിലും അത്രമേൽ ദുർബലമായ അവളുടെ ആ പ്രതിഷേധം റയാൻ ഒരുതരം ലഹരി നിറയ്ക്കുകയായിരുന്നു ചെയ്തത്. പിന്നിലേക്ക് മലർന്ന് തന്റെ കയ്യിൽ കിടക്കുന്നവളുടെ കണ്ണിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ തന്നെ റയാൻ അവളെ കാറിന്റെ ബോണറ്റിലേക്ക് കിടത്തി. തന്റെ മാറിലേക്ക് അമർന്ന് ചുണ്ടുകളുമായി നേർത്തൊരകലം മാത്രമിട്ട് നിൽക്കുന്നവന്റെ മുടിയിഴകളിൽ നിന്ന് മൂക്കിൽ തുമ്പിൽ നിന്ന് ഇറ്റ് വീണ ജലകണങ്ങൾ ആമിയുടെ ചൊടികളെ തലോടി ഇരുവശത്തേക്കും ഒഴുകിയിറങ്ങി. തനിക്കു മുന്നേ അവളുടെ അധരങ്ങളെ മുകർന്ന നീർത്തുള്ളികളോട് പോലും റയാനപ്പോൾ കുശുമ്പ് തോന്നിപ്പോയിരുന്നു. തന്റെ കവിൾത്തടങ്ങളിൽ കൈ ചേർത്തുകൊണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ കാമിക്കുന്നവനെ നോക്കി കിടക്കുമ്പോൾ ആമിയുടെ അധരങ്ങൾ വിറച്ചുപോയിരുന്നു. മാറിടങ്ങൾ താളം മറന്ന് മുകളിലേക്ക് കുതിച്ച് അവന്റെ ഹൃദയമിടിപ്പിനെ തൊട്ടറിഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസഗതി ഏറുമ്പോൾ പിടഞ്ഞുയരുന്ന അവളുടെ കഴുത്തിലെ നീല ഞരമ്പുകളെ വിരൽ കൊണ്ട് തഴുകി ആശ്വസിപ്പിക്കുമ്പോൾ റയാൻ അവയെ നുണഞ്ഞെടുക്കാൻ കൊതിച്ചു പോയിരുന്നു. റയാൻ പ്ലീസ്. ആമിയുടെ നനഞ്ഞ ചുണ്ടുകൾ വിറച്ചെങ്കിലും റയാൻ തന്റെ ചൂണ്ടുവിരലിനാൽ അവയെ തടഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കും പോലെ ആ മിഴികളിലേക്ക് നോക്കി. പക്ഷേ ഉടലിലെ മരവിപ്പ് ഹൃദയത്തിലേക്കും പടർന്നതുപോലെ അവനെ നോക്കി തളർന്നു കിടന്നതേയുള്ളൂ ആ പെണ്ണ്. അവളുടെ ആ നിർവികാരത മാത്രം മതിയായിരുന്നു റയാൻ അവളുടെ ചൊടികളെ ആർത്തിയോടെ വിഴുങ്ങുവാൻ. ആദ്യമായി അറിയുന്ന ചുംബനച്ചൂടിൽ ഒന്ന് പിടഞ്ഞുപോയ ആമിയുടെ ഉടലാകെയൊന്ന് ഉലഞ്ഞു പോയെങ്കിലും റയാൻ അവളുടെ കരങ്ങളെ തലയ്ക്ക് മുകളിലേക്കാക്കി വെച്ച് ബന്ധിച്ചിരുന്നു. അധരങ്ങൾ ഇണചേർന്ന് തളർന്നു തുടങ്ങിയതും ആമിയിലെ പ്രതിഷേധങ്ങളുടെ അലകളും അടങ്ങിയിരുന്നു. അവളും സ്വയം അറിയാതെ അവനെ അള്ളിപ്പിടിച്ചു പോയിരുന്നു. പരസ്പരം ഉടുമ്പുകളെപ്പോലെ പിടിച്ചണച്ചുകൊണ്ട് ഭ്രാന്തമായി ചുംബിക്കുന്നതിനിടയിൽ ആർത്തലച്ച് പെയ്ത മഴയോ ചൂളം കുത്തിയടിച്ച കാറ്റോ അവരറിഞ്ഞില്ല. പേമാരിയുടെ കുളിരിനുമപ്പുറം സിരകളിൽ പടർന്നുപോയ മറ്റേതോ വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടൽ വിറച്ചു പോകവേ ബുദ്ധി എത്ര അരുതെന്നു മൊഴിഞ്ഞിട്ടും ആമി തന്റെ ഉടലിനെ പൊതിയുവാനെന്ന പോലെ അവനെ തന്നിലേക്ക് പിടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. തന്നിലെ പുരുഷന്റെ പൂർണ്ണത അവളിലാണെന്ന് തിരിച്ചറിഞ്ഞതുപോലെ റയാനും അവളെ വരിഞ്ഞു മുറുക്കുക തന്നെയായിരുന്നു അപ്പോൾ. ശ്വാസം വിലങ്ങിയപ്പോൾ അല്പം ശ്രമപ്പെട്ടെങ്കിലും തന്നിൽ നിന്നും അധരങ്ങളെ മോചിപ്പിച്ച് മുഖമൊരു വശത്തേക്ക് ചരിച്ചു വെച്ച് കിടന്നുകൊണ്ട് അവൾ ആഞ്ഞു ശ്വസിക്കുന്നത് കണ്ടിട്ടും അവളിൽ നിന്നും അകലാൻ മനസ്സ് വരാതെ അത്രമേൽ ഭ്രാന്തമായി റയാൻ അവളുടെ കഴുത്തടിയിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. റയാൻ. അവന്റെ ചുണ്ടുകളും കൈകളും ഉടലിൽ തീർക്കുന്ന മായാജാലത്തിൽ കോരിത്തെരിച്ചുപോയ ആമി അവന്റെ മുടിയിഴകളെ അള്ളിപ്പറിച്ചുകൊണ്ടേങ്ങി. അവളിൽ നിന്ന് ഉയർന്ന ഓരോ സീൽക്കാരങ്ങൾ പോലും റയാനിൽ ഭ്രാന്തമായ ആവേശം നിറച്ചുകൊണ്ടിരുന്നു. അതിന്റെ തെളിവെന്നോണം അവന്റെ കൈകൾ ആമിയുടെ വികാരം മുട്ടിട്ട മാറിടങ്ങളെ ആവേശത്തിൽ തഴിയുണർത്തി. അവളിലെ മാർദ്ദവങ്ങൾ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കും പോലെ തോന്നിയ റയാൻ കൈകൾ കൊണ്ടുള്ള ലാളനകൾ മതിയാക്കി അവളുടെ ഉയർച്ചകളിലേക്ക് മുഖം പൂഴ്ത്തി അവയെ ചുംബനങ്ങൾ കൊണ്ട് വിവശയാക്കി. അവളുടെ പ്രതിഷേധങ്ങളെ അധരങ്ങളാൽ നേരിടുന്നതിനൊപ്പം തന്നെ റയാൻ അവളെ കൈകളിൽ കോരിയെടുത്തിരുന്നു. തന്റെ കൈകളിൽ കുഴഞ്ഞു കിടന്നവളെ സിറ്റൗട്ടിലെ ശീതമടിച്ച് നനഞ്ഞ നിലത്തേക്ക് കിടത്തുമ്പോൾ അവളൊരു മനോഹര ശില്പമാണെന്ന് തോന്നിപ്പോയിരുന്നു റയാന്. ധരിച്ചിരുന്ന നൈറ്റി നനഞ്ഞു കുതിർന്ന് ഉടലോടൊട്ടി അവളുടെ ഉടലളവുകളെ അവനായി വെളിവാക്കിയിരുന്നു. തുറിച്ച മാറിടമുട്ടുകളും അണിവേറിൽ ഒളിപ്പിച്ച അജ്ഞാത ചുഴിയുമൊക്കെ റയാനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു സമ്മതം പോലും തേടാതെ അവളിലേക്ക് അമർന്നുകൊണ്ട് ചുംബനങ്ങളാൽ മൂടുമ്പോൾ ആമിയിൽ നിന്നുതിർന്ന നേർത്ത കുറുകലുകളും വിരലുകളുടെ മുറുക്കവും തന്നെയായിരുന്നു അവനുള്ള അനുവാദവും. റയാൻ പ്ലീസ്. അടക്കിപ്പിടിച്ച തേങ്ങലിനൊപ്പം അവളിൽ നിന്ന് തുറന്നു വീണ കണ്ണുനീർ തുള്ളികളെ അധരങ്ങളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവളിലെ പെൺമയുടെ ആഴങ്ങൾ തേടുമ്പോൾ അവന്റെ ഭാവം തീർത്തും വന്യമായിരുന്നു. ആ ഭാവത്തിൽ അവനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പിടഞ്ഞുപോയെങ്കിലും
ആ നിമിഷം അവസാനിക്കണമെന്ന് ആമി ആഗ്രഹിച്ചിരുന്നില്ല. അവളും അവനെ അത്രമേൽ ചേർത്ത് പിടിച്ചതേയുള്ളൂ. ഒടുവിലെപ്പോഴോ അവളിലേക്ക് തൻ്റെ പ്രണയം പെയ്തൊഴിച്ച് റയാൻ തളർന്നു വീഴുമ്പോഴേക്കും അതുവരെ അവർക്കായി ആർത്തിരമ്പിയ മഴയും പെയ്തടങ്ങിയിരുന്നു. ആദ്യ സമാഗമത്തിൻ്റെ ആലസ്യത്തിൽ അഴിഞ്ഞുലഞ്ഞു കിടക്കുന്നവളിൽ നിന്നും അടർന്നു മാറിയതും ആമി മുഖം തിരിച്ചു കളഞ്ഞിരുന്നു. തനിക്കെതിർവശം തിരിഞ്ഞു കിടന്നുകൊണ്ട് കിതപ്പടക്കുന്നവളെ നോക്കിക്കിടക്കുമ്പോൾ റയാനാകെ ചമ്മല് തോന്നിപ്പോയിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പരസ്പരം പോർവിളിച്ച് നിന്നിരുന്നവരാണിപ്പോൾ പരസ്പരം അലിഞ്ഞു ചേർന്നതിൻ്റെ ആലസ്യത്തിൽ തളർന്നു കിടക്കുന്നത് അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എല്ലാത്തിനുമുപരി മദ്യലഹരിയിൽ സ്വന്തമാക്കിയതല്ലേ എന്നോർക്കെ ഇനി അവളുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കുമെന്ന ചിന്തയിൽ അവനാകെ വല്ലായ്മ തോന്നി. പക്ഷേ അപ്പോഴേക്കും തന്നിലെ പുരുഷനെ പൂർണ്ണനാക്കിയവളോട്, തൻ്റെ പ്രണയത്തെ അതിൻ്റെ എല്ലാ വന്യതയോടും കൂടി ഏറ്റുവാങ്ങിയവളോട് അവന് എന്തെന്നില്ലാത്ത സ്നേഹം തന്നെയായിരുന്നു തോന്നിയത്. നിമിഷങ്ങൾ ഓടി മറഞ്ഞു. മഴയുടെ താണ്ഡവം അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും ഭൂമിയെ വിട്ടകലാൻ മടിച്ചെന്ന പോലെ അവൾ തൻ്റെ നേർത്ത തുള്ളികളവനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ പ്രണയത്തിൽ കുളിർ പടർത്താനെന്ന പോലെ ഇളങ്കാറ്റ് വീശിയടിച്ചു. അപ്പോഴെല്ലാം റയാൻ്റെ കണ്ണുകൾ തൻ്റെ വികാരങ്ങളെ ഏറ്റുവാങ്ങി തളർന്നു കിടക്കുന്നവളിൽ തന്നെ തറഞ്ഞിരുന്നു. അവളിലെ കിതപ്പുകൾ അടങ്ങിയിട്ടും വീണ്ടും ഈ നനഞ്ഞ തറയിൽ തന്നെ അവൾ ചുരുണ്ടുകൂടുന്നതിൻ്റെ കാരണം മാത്രം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആത്മിക, തോളിൽ പതിഞ്ഞ അവൻ്റെ കരസ്പർശവും പതിഞ്ഞ സ്വരവും ആമിയിൽ ഒരിക്കൽ കൂടി വിറയൽ പടർത്തി. എങ്കിലും അവളിൽ നിന്നും അശക്തമായൊരു മൂളൽ പുറത്തേക്ക് വന്നു. എണീറ്റ് വാ, അകത്തുപോയി കിടക്കാം. റയാൻ പൊക്കോ, ഞാൻ വന്നോളാം. കൈവിരലുകൾ ചുരുട്ടി മാറിൽ അമർത്തി വെച്ച് കിടന്നുകൊണ്ട് അവൾ പതിയെ പറഞ്ഞു. പക്ഷേ തണുപ്പ് അവളിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ഓർമ്മപ്പെടുത്തും വിധം ആ സ്വരത്തിൽ വിറയൽ പടർന്നിരുന്നു. അത് തിരിച്ചറിഞ്ഞതും റയാൻ പതിയെ എണീറ്റിരുന്നൊരു നിമിഷം ആലോചിച്ചിട്ട് അവളെ വാരിയെടുത്തു. റയാൻ, ഇനിയും അവൻ എന്തിനുള്ള പുറപ്പാടാണെന്നുള്ള ചോദിക്കും പോലെയായിരുന്നു അവളുടെ നോട്ടത്തിൽ പോലും അപ്പോൾ റയാന് തോന്നിയത്. അകത്ത് പോയി കിടക്കാം. അത്രമാത്രം പറഞ്ഞിട്ട് റയാൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് അന്നേ ദിവസം വില്ലയിലേക്ക് തിരികെ പോകണ്ട എന്ന റയാൻ്റെ തീരുമാനത്തിന് ആമിയും സമ്മതം മൂളിയിരുന്നു. എല്ലാവരുടെയും നിർബന്ധത്തിനും അപ്പുറം പഴയതുപോലെ റയാനോടൊപ്പം തനിച്ച് ചിലവിടാൻ അവളിലെവിടെയാ ഒരു മടി തോന്നിച്ചിരുന്നു എന്നതായിരുന്നു അവളെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. സന്ധ്യ കഴിഞ്ഞ നേരത്തായിരുന്നു റയാൻ പിന്നീട് ബെഡ്റൂമിലേക്ക് വന്നത്. ഇതെന്താ സന്ധ്യാനേരത്തൊരു ഉറക്കം? ക്ഷീണം വല്ലതുമുണ്ടോ? മുറിയിലേക്ക് വന്നത് ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആമിയെ കണ്ട് തലേ ദിവസത്തെ ഓർമ്മയിൽ അവൻ ചോദിച്ചു. ചെറിയൊരു പനി പോലെ, ദേഹം വേദനയൊക്കെ ഉണ്ട്. അത്രയും പതിയെ അവൾ പറഞ്ഞതും ഷർട്ട് മാറ്റാൻ തുടങ്ങുകയായിരുന്ന റയാൻ വേഗം അവൾക്കരികിലേക്ക് ചെന്നിരുന്നു കൊണ്ട് അവളുടെ നെറ്റിയിലും കവിളിലുമൊക്കെ തൊട്ടു നോക്കി. പനിക്കുന്നുണ്ട്, ചെറിയ ചൂടുമുണ്ട്. എന്നാ എണീറ്റ് വാ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. അതൊന്നും വേണ്ട, ഞാൻ കോൾഡിൻ്റെ മരുന്ന് കഴിച്ചു. ഒന്നുറങ്ങിക്കൂടെ കഴിയുമ്പോൾ മാറിക്കോളും. ആമി പറഞ്ഞതും റയാൻ പിന്നൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. AC ഒന്ന് ഓഫാക്കാമോ? എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു. ഒട്ടൊരു നേരത്തിന് ശേഷം പുതപ്പിനുള്ളിലേക്ക് വീണ്ടും ചൊതുങ്ങിക്കൊണ്ട് ആമി ചോദിച്ചു. അതിന് മറുപടിയൊന്നും നൽകിയില്ലെങ്കിലും റയാൻ വേഗം എണീറ്റ് AC ഓഫാക്കി. എന്നിട്ടും കുളിര് താങ്ങാൻ കഴിയാതെ ആമി വീണ്ടും വീണ്ടും ശരീരത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അല്പനേരം കൂടി അവളുടെ ചലനങ്ങൾ നോക്കിയിരുന്നിട്ട് എന്തോ ഓർത്ത് അവൻ വേഗം അവൾക്കരികിലേക്ക് കിടന്ന് കംഫർട്ടിനുള്ളിലേക്ക് കയറി. അത് കണ്ടതും അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന മട്ടിൽ ആമി മുഖം മാത്രം തിരിച്ചു നോക്കിയെങ്കിലും റയാനത് ശ്രദ്ധിക്കാതെ അവളുടെ പിന്നുടലിനോട് ചേർന്ന് കിടന്ന് അവളുടെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ സ്പർശനത്തിൽ ഉടലിലൂടെ ഒരു തരിപ്പ് പടർന്നത് ആമി അറിഞ്ഞു. തൊട്ടടുത്ത ഞൊടി തന്നെ അവളുടെ മനസ്സിലേക്ക് തലേ രാത്രിയുടെ ഓർമ്മകളും കുതിച്ചെത്തിയിരുന്നു. അതോടെ വല്ലാത്തൊരു വിമിഷ്ടം തോന്നിപ്പോയിരുന്ന ആമി കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് അമർന്ന് ആ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം വിടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. ഇപ്പോൾ തണുക്കുന്നുണ്ടോ? ആമയുടെ ചെവിക്കരികിലേക്ക് മുഖമർത്തി കിടന്നുകൊണ്ട് അത്രമേൽ പതിയായിരുന്നു റയാൻ്റെ ചോദ്യം. ഇല്ല, എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടതും റയാൻ്റെ ചൊടികളിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ അതേ നിലയിൽ തന്നെ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചങ്ങനെ കിടന്നു. ആ നേരം അവളിൽ നിന്നും പടർന്ന വശ്യമായൊരു ഗന്ധം അവൻ്റെ നാസിക തുളയ്ക്കുന്നുണ്ടായിരുന്നു. അതവനിലെ പുരുഷനെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു. അവളുടെ ഗന്ധവും ഉടലിൽ നിന്ന് പടരുന്ന ചൂടുമൊക്കെ അവൻ്റെ ശരീരത്തിലെ രക്ത ഓട്ടം വർദ്ധിപ്പിച്ചെങ്കിലും റയാൻ കണ്ണുകൾ ഇറുക്കിയടച്ച് സ്വയം അടക്കാൻ ശ്രമിച്ചു. കാരണം ഇനിയൊരിക്കൽ കൂടി അവളുടെ അനുവാദമില്ലാതെ അവളെ സ്വന്തമാക്കാൻ പാടില്ലെന്നും ഒരിക്കൽ സംഭവിച്ചുപോയ തെറ്റ് ആവർത്തിക്കപ്പെടരുതെന്നും അവന് നിർബന്ധമുണ്ടായിരുന്നു. ഉടലുകൾ പരസ്പരം ചൂട് പറന്നുള്ള ആ കിടപ്പ് ആദ്യമൊക്കെ ആമയിൽ വല്ലാത്തൊരു വിമിഷ്ടമാണ് നിറച്ചതെങ്കിലും പതിയെ പതിയെ തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്ന കുളിരകന്നു തുടങ്ങിയതും അവൾക്ക് ആശ്വാസം തോന്നി. അതോടെ അവൾ പോലും അറിയാതെ ആമയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു.
തൻ്റെ ശരീരത്തിലൂടെ ആരുടെയോ കൈകളിലെറിയുന്നതറിഞ്ഞപ്പോഴായിരുന്നു ആമിക്കൊപ്പം കിടന്നുറങ്ങിപ്പോയിരുന്ന റയാൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ഉറക്കക്ഷീണം ഒരു ഭാരമായി തൂങ്ങി നിൽക്കുമ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നതും റയാൻ ഒരു നിമിഷമൊന്ന് പകച്ചു പോയിരുന്നു. കാരണം തങ്ങൾ കിടന്നപ്പോഴുള്ളത് പോലെയായിരുന്നില്ല ആമിയുടെ അപ്പോഴത്തെ കിടപ്പ്. അവളിപ്പോൾ തനിക്ക് അഭിമുഖമായിട്ടാണ് കിടക്കുന്നതെങ്കിലും അവളുടെ ഇരു കൈകളും തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞിരുന്നു എന്നതും അവനിൽ അമ്പരപ്പ് നിറച്ചിരുന്നു. അവൻ നോക്കിക്കിടക്കെ തന്നെയായിരുന്നു ആമി ഒന്ന് ഞരങ്ങിക്കൊണ്ട് വീണ്ടും അവനിലേക്ക് അടുത്തത്. പക്ഷേ അപ്പോഴും അവളുടെ മിഴികൾ അടഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. ഇവൾ ഉറക്കം തന്നെയാണോ? കർത്താവേ, പരീക്ഷിക്കല്ലേ. റയാൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവളെ തന്നിൽ നിന്നും അകറ്റാനൊരു ശ്രമം നടത്തി നോക്കി. അവൻ അകന്നു മാറാൻ തുടങ്ങിയതും ആമി ചിണുങ്ങിക്കൊണ്ട് വീണ്ടും അവനിലേക്ക് അമർന്നു. ഇപ്പോൾ അവളുടെ ഉടലാകെ റയാനോട് ചേർന്നിരുന്നു. എൻ്റെ മാതാവേ, ഇവളിതെന്നാ ഭാവിച്ചാ? ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലെന്ന് ഇവളോട് എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കും? റയാൻ പിറുപിറുത്തു. പക്ഷേ അപ്പോഴേക്കും ആമി അവനിൽ ബലം പ്രയോഗിച്ചു തുടങ്ങിയിരുന്നു. കഴുത്തിലെ പിടിമുറുക്കി തൻ്റെ മുഖം പിടിച്ചു വലിച്ച് ആദരങ്ങളാൽ ഇണചേരാൻ ഒരുങ്ങുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പക്ഷേ അതൊന്നും അറിയാതെ ആമി അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചിരുന്നു. ആ നിമിഷം റയാൻ്റെ കൈകൾ സ്വയം അറിയാതെ അവളുടെ ഇടുപ്പിൽ മുറുകിപ്പോയിരുന്നു. പെടുന്നനെ ആമി ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. ഉണർന്ന പാടെ അത്രമേൽ അടുത്ത് അവനെ അങ്ങനെ കണ്ടതും ഒരു നിമിഷം തലേ രാത്രിയുടെ ആവർത്തനത്തിന് ഒരുങ്ങുവാണോ അവനെന്ന അങ്കലാപ്പിലായിരുന്നു അവളിൽ നിറഞ്ഞത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ഇപ്രാവശ്യം പ്രതി അവനല്ല, താനാണെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതോടെ വിളറി വെളുത്ത മുഖത്തോടെ അവനിലെ പിടുത്തം വിട്ട് അവൾ അകന്നു മാറി. പക്ഷെ അപ്പോഴേക്കും റയാന്റെ നിയന്ത്രണം തീർത്തും നഷ്ടമായിരുന്നു. വശ്യമായ ഭാവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും ഇടുപ്പിൽ കൈചുറ്റിയ പെണ്ണിനെ തന്നിലേക്ക് അണച്ചു റയാൻ. റയാൻ ഒരു പിടച്ചിലോടെ വിളിച്ചവളുടെ ചുടികളെ ചൂണ്ടുവിനെല്ലാം ബന്ധിച്ചുകൊണ്ട് റയാൻ അവളുടെ പിടുത്തം വീണ്ടും ഇറക്കി. ഇന്നലെ സമ്മതം ചോദിച്ചില്ല, ഇനിയും ഇങ്ങനെയൊന്ന് വേണമെന്ന് കരുതിയതുമില്ല. പക്ഷേ ഇപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ അതിരങ്ങളിലേക്ക് അടുക്കുന്നവനെ കണ്ട് തന്നെ ആമി തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അവളുടെ മൗനം സമ്മതമായെടുത്ത് ആ ചൊടികളെ നുഴഞ്ഞെടുക്കുമ്പോൾ റയാൻ്റെ സിരകളിലൂടെ ഒഴുകിയിരുന്നത് തീവ്രമായ ഏതോ വികാരമായിരുന്നു. ചുണ്ടുകളിൽ തുടങ്ങിയ ചുംബനം ഉടലാകെ പടരുന്നതറിഞ്ഞ് ഒരു പിടച്ചിലോടെ ആമി അവനെ കൂടുതൽ തന്നിലേക്ക് പിടിച്ചമർത്തി. അവയൊക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു. അതരങ്ങളും വിരലുകളും ചേർത്ത് അവളിലെ പെണ്ണിനെ മീട്ടി ഉണർത്തുമ്പോൾ അവളിൽ അലിഞ്ഞു ചേരാൻ വെമ്പുകയായിരുന്നു റയാന്റെ മനസ്സ്. ഒടുവിൽ ഒരു പേമാരി പോലെ അവളിൽ ആർത്തു പെയ്യുമ്പോൾ പുതുമഴയുടെ പ്രണയത്താൽ അലങ്കോലപ്പെട്ട ഭൂമി പോലെയായിരുന്നു ആമയും. മനോഹരമായ സംഗമത്തിന്റെ ആലസ്യത്തിൽ അവനെയും മാറിലണച്ചു പിടിച്ച് തളർന്നു കിടക്കുമ്പോൾ പൂർണ്ണതയുടെ അതിലേറെ സംതൃപ്തിയുടെ പുഞ്ചിരിയായിരുന്നു ആമയിൽ തെളിഞ്ഞിരുന്നത്. റൂമിന്റെ വാതിലാരോ മുട്ടുന്ന ഒച്ച കേട്ടായിരുന്നു വീണ്ടും ഒരു മയക്കത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്ന റയാൻ ഞെട്ടി എഴുന്നേറ്റത്. അതോടെ അവന്റെ അരികിൽ കിടക്കുകയായിരുന്ന ആമയും പിടഞ്ഞെഴുന്നേറ്റിരുന്നു. വാതിൽ തട്ടുന്നത് തുടർന്നുകൊണ്ടിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ റയാന്റെ മുഖത്തേക്കൊന്ന് പതറി നോക്കി ആമി. അവനും വിവേചിച്ചറിയാൻ കഴിയാത്തൊരു ഭാവത്തിൽ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആമി കൈയെത്തിച്ച് ബെഡ് സ്വിച്ച് അമർത്തി മുറിയിലെ ലൈറ്റ് അണച്ചു. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ പ്രവൃത്തിയുടെ അർത്ഥം പിടികിട്ടാതെ റയാനൊന്ന് അമ്പരന്നെങ്കിലും ബെഡിൽ നിന്ന് ഇറങ്ങി ഓടി ബാത്റൂമിൽ കയറി ഡോർ അടയ്ക്കുന്ന ആമയെ കണ്ടതും അവനൊന്ന് ഊറി ചിരിച്ചു. പിന്നെ വേഗം ബെഡിൽ കിടന്നിരുന്ന തൻ്റെ ഷോർട്സ് എടുത്തിട്ടുകൊണ്ട് വാതിലിനരികിലേക്ക് നടന്നു. എന്നതാ മമ്മി? വാതുക്കൽ നിൽക്കുന്ന റൂബിയെ കണ്ട് ഉറക്കപ്പിച്ച് ഭാവിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നിങ്ങൾക്കൊന്നും തിന്നുകയും കുടിക്കുകയും വേണ്ട പിള്ളേരെ, എത്ര നേരമായി കയറിപ്പോന്നിട്ട്? ആമി മോൾ എന്തിയേ? ആ, അവള് കുളിക്കുക. മോള് ഇറങ്ങുമ്പോൾ രണ്ടാളും താഴോട്ട് വാ, വല്ലോം കഴിക്കാം. അതിനാണോ മമ്മി ഡോറ് തല്ലി പൊളിക്കുന്നത്? നല്ല ഉറക്കമായിരുന്നു, അത് നശിപ്പിച്ചപ്പോൾ സമാധാനമായല്ലോ. പണ്ടേയുള്ള മമ്മിയുടെ സ്വഭാവമാ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു പൊക്കിയുള്ള ഫുഡ് കഴിപ്പിക്കല്. ഇപ്പോൾ വിളിച്ചതായോ കുറ്റം? നിനക്കൊക്കെ എന്നാ ചെയ്താലും കുറ്റമായിരിക്കും. പക്ഷേ തള്ളമാർക്ക് മനസ്സ് കേൾക്കത്തില്ലടാ. ഓ, ഇനി അതേ പിടിച്ച് തൂങ്ങല്ലേ പൊന്നു റൂബി. ഉറക്കം മുറിഞ്ഞതിൻ്റെ അരിശത്തിൽ പറഞ്ഞു പോയതാ. ഓ പിന്നെ, സന്ധ്യ മുതൽ ഉറക്കമല്ലയോ? ഇനി വല്ലതും തിന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി. ചുമ്മാ കിടന്ന് തുള്ളാതെ ആ കൊച്ചിനെയും കൂട്ടി വാടാ കുരുത്തം കെട്ടവനെ. നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. നീ ചുമ്മാ കളിക്കില്ലേ ചെക്ക. നിനക്ക് വേണ്ടേ വേണ്ട, ആ പെങ്കൊച്ചിനോട് വരാൻ പറ. ഓ, ഇപ്പോൾ അവൾക്കാണല്ലോ ഡിമാൻഡ്. പിന്നല്ലാതെ, തള്ളയുടെ വാക്കിന് വിരതരാത്ത നിന്നെയൊക്കെ എടുത്ത് തലേ വെക്കാൻ ഞാൻ. പിറുപിറുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന റൂബിയെ നോക്കി നിന്ന് ചിരിച്ചിട്ട് റയാൻ വീണ്ടും വാതിലടച്ചു. പിന്നെ ബെഡിലേക്ക് തന്നെ കിടന്നുകൊണ്ട് എന്തോ ഓർത്ത് പതിയെ പുഞ്ചിരിച്ചു. ഈ നേരം ബാത്റൂമിൽ നിൽക്കുകയായിരുന്ന ആമയാണേൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന അവസ്ഥയിലായിരുന്നു. കാരണം ഇന്ന് തങ്ങൾക്കിടയിൽ സംഭവിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് താനാണെന്ന ചിന്ത വന്നതും അവളാകെ ലജ്ജിച്ചു പോയിരുന്നു.
എല്ലാം ചെയ്തു വെച്ചിട്ടിങ്ങനെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നാൽ മതിയല്ലോ. കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ ശകാരിക്കും പോലെ പറഞ്ഞു. ചുമ്മാ കിടന്ന് അങ്ങേരെ പിടിച്ച് പീഡിപ്പിക്കാൻ നോക്കിയിട്ട്. ഛേ, നീ ഇത്ര ചെറ്റയായിരുന്നു ആമി. ഇത്രയും നാളും ഡിവോഴ്സ് ചോദിച്ച് നടന്നിട്ടിപ്പോൾ എൻ്റെ മഹാദേവ, എന്തായിരിക്കും ഈ കഴുതയെക്കുറിച്ച് വിചാരിച്ച് കാണുക. ബാത്റൂമിലൂടെ തേരാപാരാ നടന്നുകൊണ്ട് അവൾ പുലമ്പി.